ആദ്യം തന്നെ ഈ പരിശുദ്ധമായ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ശോഭന രാജേന്ദ്രൻ. ഞാൻ വരുന്ന ഇടുക്കി ജില്ലയിലെ ഇരട്ടയാറിൽ നിന്നുമാണ്. എൻ്റെ കൂടെ വന്നിരിക്കുന്ന എൻ്റെ മോനും എൻ്റെ അമ്മയുമാണ്. ഞാനിവിടെ വന്ന ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത 2023 ഓഗസ്റ്റ് 31 എനിക്ക് കൃപാസനത്തെ പറ്റി ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു. എനിക്ക് ആദ്യമായിട്ടൊരു പ്രാർത്ഥന എൻ്റെ അടുത്തുള്ളൊരു കൂട്ടുകാരി തന്ന് അത് ഒരു 3-4 മാസം പ്രാർത്ഥിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കിവിടെ വരാനൊത്തു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ സാക്ഷ്യം, എൻ്റെ മോൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അവൻ ദുബായിൽ പോകാനിരുന്ന സമയത്താണ് ഞാനിവിടെ വന്നത്. അപ്പം ഞാൻ നിയോഗത്തിൽ പരിശുദ്ധ അമ്മയോട് പറഞ്ഞത് എൻ്റെ മോനെ ദുബായിൽ ചെന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന്. അതിൻ്റെ ഫലമായിട്ട് അവൻ ദുബായിൽ ചെന്ന് ഒരു 15 ദിവസം പോലും ആകുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധ അമ്മ അവന് നല്ലൊരു കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് നല്ല സാലറിയോട് കൂടി ജോലി കൊടുത്ത് അനുഗ്രഹിച്ചു. പിന്നെ അതുകൂടാതെ അവൻ്റെ താമസ സൗകര്യത്തിന് വേണ്ടി ഞാൻ നിരന്തരം അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ 4 എന്നൊരു അക്കം എന്നെ കാണിച്ചു തന്നു. ആ 4 എന്ന അക്കം കാണിച്ചു തന്ന് സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ച് ഒരു ദിവസം അവൻ എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മേ എനിക്ക് താമസ സൗകര്യം ഒത്തു, 1-ാം തീയതി താമസിക്കാൻ പോകാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ 1-ാം തീയതി പോകാൻ ഒത്തില്ല. പരിശുദ്ധ അമ്മ കാണിച്ചു തന്നപോലെ അവിടെ നാഷണൽ ഹോളിഡേ ആയതുകൊണ്ട് അവന് 4-ാം തീയതിയാണ് താമസിക്കാൻ പറ്റിയത്. ഇത്ര അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് കിട്ടിയ രോഗസൗഖ്യമാണ്. ഞാനിവിടെ ഉടമ്പടി നിയോഗമായിട്ട് വെച്ചിരുന്ന എൻ്റെ കാലിൽ വെരിക്കോസ് വെയിൻ്റെ പ്രശ്നം മൂലം എനിക്ക് പുകച്ചിലും കട്ടുകിടപ്പും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു 10 വർഷത്തോളമായിട്ടുണ്ടായിരുന്നതാണ്. ഒരുപാട് മരുന്നുകൾ വാങ്ങിച്ചു, ആയുർവേദവും ഹോമിയോയും ഇംഗ്ലീഷ് മരുന്നും ഒക്കെ മേടിച്ച മാറ്റമില്ലായിരുന്നു. ഉടമ്പടി നിയോഗം വെച്ചതിൻ്റെ ഫലമായിട്ട് നേർച്ച വസ്തുക്കൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചും കൊണ്ടും എനിക്ക് അത് പൂർണ്ണമായിട്ടും മാറ്റി തന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കൈക്ക് വേദന ഉണ്ടായിരുന്നു. കൈ വേദനയ്ക്ക് ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ മരുന്ന് മേടിച്ചു. 1 മാസത്തോളം മരുന്ന് കഴിച്ചിട്ടും വേദന കുറയാതെ വന്നപ്പം ഡോക്ടർ പറഞ്ഞു എന്നാൽ ഒരു മാമോഗ്രാം ചെയ്ത് നോക്കാൻ പറഞ്ഞു. മാമോഗ്രാം ചെയ്തപ്പം 2 ബ്രസ്റ്റിലും തടിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനത് പിന്നീട് വന്നപ്പം ഉടമ്പടി നിയോഗത്തിൽ വെക്കുകയും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്ത് നേർച്ച വസ്തുക്കൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് 4 മാസത്തിന് ശേഷം പിന്നീട് സ്കാൻ ചെയ്തപ്പം തടിപ്പ് അവിടെ ഇല്ല, അത് പൂർണ്ണമായിട്ട് മാറ്റി തൊലിക്ക് കട്ടി കൂടിയതുള്ളതെന്ന് ഡോക്ടർ പറഞ്ഞു. മാമോഗ്രാം ചെയ്യേണ്ടി വന്നില്ല, സ്കാൻ ചെയ്യേണ്ടി മാത്രമേ വന്നുള്ളൂ. ആ അസുഖവും മാറ്റി തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. മൂന്നാമതായിട്ട് കിട്ടിയ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണിത്. ഞാനിതെല്ലാം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് അസുഖങ്ങൾക്കെല്ലാം മാറ്റം കിട്ടിയത്. എന്നും രാവിലെ സ്ഥിരമായിട്ട് ഉപ്പിട്ട വെള്ളം കുടിക്കും, തൈലം തൊട്ട് കുരിശ് വരയ്ക്കും, പ്രാർത്ഥനകൾ മുടങ്ങാതെ ചെയ്യുമായിരുന്നു. പിന്നെ മോനാണേലും ജോലിക്ക് പോയപ്പോൾ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അവൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കൂട്ടത്തിൽ ഇവിടുത്തെ കൃപാസന പത്രം വെച്ചിരുന്നു. നേർച്ച വസ്തുവായി ഉപ്പ് കൊടുത്തു വിട്ടു. അതെല്ലാം മുടങ്ങാതെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇതെൻ്റെ അമ്മയാണ്. അമ്മയ്ക്ക് കിട്ടിയ രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ അത് ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരുന്നല്ല, മാതാവായിട്ട് കാണിച്ചു തന്ന് മാറ്റി തന്നാണ്. അമ്മ അവിടെ അടുത്ത് തന്നെ ഒരു ആയുർവേദത്തിൽ മരുന്നിന് പോകുമായിരുന്നു. മരുന്നിന് പോയപ്പോൾ ഒരു ദിവസം അമ്മയോട് ഡോക്ടർ ചോദിച്ചു, അമ്മച്ചിക്ക് തൈറോയ്ഡ് ഉണ്ടോയെന്ന്. അമ്മ പറഞ്ഞു തൈറോയ്ഡൊന്നും ഇല്ലെന്ന്. അപ്പോൾ പണ്ടെപ്പോഴോ നോക്കിയിട്ടുണ്ട്, ഇപ്പം അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലെന്നാണ്. അപ്പോൾ പറഞ്ഞു ഒന്ന് തൈറോയ്ഡ് നോക്കിയാൽ കൊള്ളാം എന്ന് ഡോക്ടർ പറഞ്ഞു. അമ്മ അതത്ര കാര്യമാക്കി എടുത്തില്ല. വീണ്ടും 1 മാസത്തിന് ശേഷം മരുന്ന് ചെയ്തപ്പോൾ ഡോക്ടർ വീണ്ടും അമ്മയോട് പറഞ്ഞു തൈറോയ്ഡ് നോക്കിയോന്ന്. അമ്മ അന്നേരം ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഡോക്ടർ തൈറോയ്ഡ് ഒന്ന് നോക്കിയാൽ സ്കാൻ കൂടി ചെയ്തേക്കാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചെയ്യുവാണെങ്കിൽ ഇവിടെ ചെയ്യണ്ട, ഒന്നെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോകണോ അല്ലെങ്കിൽ കാരിത്താസിൽ പോകണമെന്ന് പറഞ്ഞു. അമ്മ ഇത് വന്ന് എന്നോട് പറഞ്ഞു. ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജിൽ ചെന്ന് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പം അവിടെ അഡ്മിറ്റ് ആയ രോഗികൾക്ക് അവിടെ സ്കാനിങ്ങോ ടെസ്റ്റുകളോ നടത്തുകയുള്ളൂ, വെളിയിൽ നിന്ന് ചെയ്തിട്ട് വരാൻ പറഞ്ഞ് കുറിച്ച് തന്നു. ഞങ്ങളത് ചെയ്യാൻ വന്നപ്പോൾ താമസിച്ചുകൊണ്ട് തൈറോയ്ഡ് നോക്കാൻ മാത്രം കൊടുത്തിട്ട് പോയി. അപ്പോൾ അതിൻ്റെ റിസൾട്ട് മേടിച്ച് ആദ്യം പോയി കണ്ട ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ തൈറോയ്ഡ് നോർമലാണ്, കുഴപ്പമൊന്നുമില്ല, സ്കാൻ ചെയ്തില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു സ്കാൻ ചെയ്തില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. അത് കഴിഞ്ഞ് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അമ്മ ഒരു സ്വപ്നം കണ്ടു. അമ്മയോട് ഒരു നേഴ്സ് വന്ന് രാത്രി വന്ന് ചോദിക്കുക സ്കാൻ ചെയ്യാൻ പോകുന്നില്ലേന്ന് ചോദിച്ചായിട്ട്. സ്കാൻ ചെയ്യാൻ പോകുന്നില്ലെന്ന് ഒരു നേഴ്സ് ചോദിച്ചെന്ന് പറഞ്ഞ് അമ്മ രാവിലെ വിളിച്ച് എന്നോട് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് ഈ ഉടമ്പടിയിൽ ഇരിക്കുന്നതുകൊണ്ടും സാക്ഷ്യങ്ങൾ കേൾക്കുന്നതുകൊണ്ടും എനിക്ക് അത് മാതാവിൻ്റെ ഒരു സാന്നിധ്യമാണെന്ന് തോന്നി. ഇപ്പം ഞാൻ പറഞ്ഞു ഇന്ന് തന്നെ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രാവിലെ അമ്മയെ വിളിച്ചുകൊണ്ട് സ്കാൻ ചെയ്യാൻ പോയി. സ്കാൻ ചെയ്തപ്പോഴറിയുന്ന അമ്മയുടെ തൊണ്ടയിൽ 3 മുഴയുണ്ട്. ഞങ്ങൾ അതുമായിട്ട് മെഡിക്കൽ കോളേജിൽ ചെന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ബയോപ്സിക്ക് എടുക്കണമെന്ന്. ബയോപ്സിക്ക് കൊടുത്തു. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം ബയോപ്സിക്ക് എടുത്തിട്ട് ഇറങ്ങി വന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, 2 തവണ അവർ ഫ്ലൂയിഡ് കുത്തിയെടുത്തു, അതിലൊരു തവണത്തേനകത്ത് മഞ്ഞ കളറിലായിരുന്നേ, ഒന്ന് നല്ല വെള്ളം പോലെ ആയിരുന്നെന്ന് പറഞ്ഞു. അത് അത്ര കാര്യമാണ്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പം റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിലൊരു മുഴ സാമാന്യം വലിപ്പമുള്ളത്, അത് ഒരു മാങ്ങ പഴുത്ത്
ദ്രവിച്ച് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും അതുപോലെ അതിൻ്റെ പുറം ഇങ്ങനെ ദ്രവിച്ച് പോയിരിക്കുന്നതാണ്. ഇപ്പം നിലവിൽ അത് ക്യാൻസറോ അങ്ങനെയൊന്നും ആയിട്ടില്ല. പക്ഷേ ഒരുപക്ഷെ ഭാവിയിൽ അങ്ങനെ വന്നെന്നും വരാം എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് അപ്പോൾ എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് 75 വയസ്സുണ്ടെന്ന് പറഞ്ഞു. സാരമില്ല, ഈ തൈറോയ്ഡ് ൻ്റെ ക്യാൻസറൊക്കെ സ്പ്രെഡ് ആകുന്ന പതുക്കെയാണ്, ഒരു 10 വർഷമൊക്കെ എടുക്കും. അതുകൊണ്ട് ഇപ്പോൾ അതിനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, സർജറി ഒന്നും ചെയ്യണ്ട, സർജനെ കൂടി കണ്ടിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ സർജനെ കൊണ്ട് കാണിച്ചപ്പോൾ അദ്ദേഹം ഇത് കണ്ടിട്ട് ഒന്ന് 1 മാസം കഴിഞ്ഞ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. 1 മാസത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴും അവർ മരുന്നൊന്നും തന്നു വിട്ടില്ല. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ ഒരു 4 മാസത്തോളം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് പേടിയാണ്, മുഴയല്ല ഇനി വളരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ഒന്നുകൂടി സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോഴും ചെറുതായിട്ട് വളരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ആ സ്കാൻ ചെയ്തെടുത്ത് തന്നെ ചോദിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലൊന്നും പോയില്ല. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ഇവിടെ വന്നപ്പോൾ ഉടമ്പടി നിയോഗത്തിൽ എഴുതി വെച്ചിരുന്നു. അപ്പോൾ കൂടാതെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് പ്രാർത്ഥനാ പുസ്തകം മേടിച്ചുകൊണ്ട് കൊടുത്തു. ഇവിടുത്തെ ഉപ്പും തേനും ഒക്കെ മേടിച്ചുകൊണ്ട് കൊടുത്തു. അമ്മ ഇത് കഴിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ടൊരു കഴിഞ്ഞ ഡിസംബർ ആയപ്പോൾ ഞാൻ ഓർത്തു ഒന്നുകൂടി എന്നാൽ സ്കാൻ ചെയ്യാം. അത് മാതാവ് മാറ്റി തന്നു. എന്നാൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി ഞങ്ങൾ പിന്നെ അത് സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു അത് വളർന്നിട്ടുണ്ട്, വീണ്ടും മെഡിക്കൽ കോളേജിൽ തന്നെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ മെഡിക്കൽ കോളേജിൽ ചെന്നപ്പം ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെയും ബയോപ്സിക്ക് അയക്കാൻ പറഞ്ഞു. ബയോപ്സിക്ക് വേണ്ടി കയറ്റി കഴിഞ്ഞ് അവർ ഫ്ലൂയിഡ് കുത്തിയെടുക്കാൻ നോക്കിയപ്പോൾ അവർക്ക് ഫ്ലൂയിഡ് കിട്ടിയില്ല. കിട്ടാതെ വന്നപ്പോൾ അവർ പറഞ്ഞു അമ്മച്ചി ഇതിനകത്ത് ഫ്ലൂയിഡ് കിട്ടുന്നില്ല, ഞങ്ങളിത് അയക്കുവാണ്, 15 ദിവസം കഴിഞ്ഞ് അമ്മച്ചി ഒന്നുകൂടി പറഞ്ഞു കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയി 15ാമത്തെ ദിവസമായപ്പോൾ അവർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു കിട്ടിയില്ല, റിസൾട്ട് വന്നു, അതിനകത്തൊന്നും കിട്ടിയില്ല, ഒന്നുകൂടി വന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ രണ്ടാമത് ചെന്ന് ആ റിസൾട്ട് മേടിച്ച് ഡോക്ടറെ കണ്ടപ്പം ഡോക്ടർ ചോദിച്ചു ആരോട് ചോദിച്ചിട്ട് ആ സ്കാൻ ചെയ്തതെന്ന് ചോദിച്ചു. അത് ഞാനാണ് അമ്മയോട് പറഞ്ഞത് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്ത്, അവർ പറഞ്ഞിട്ടല്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു ആരോട് ചോദിച്ചിട്ടാണ് സ്കാൻ ചെയ്തതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞു അവിടെ അങ്ങനെ ഒരു കുഴപ്പമില്ല, സ്കാൻ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നെന്ന് പറഞ്ഞു. ഒരു മരുന്നും കഴിച്ചിട്ടുമില്ല, അതിപ്പോൾ അങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞ് വിട്ടു. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 8 മാസത്തോളമായി അമ്മ യാതൊരു മരുന്നും കഴിച്ചിട്ടില്ല. അതിനായിട്ട് ഇത് ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചല്ലാതെ അമ്മ ഒരു മരുന്നും ഈ തൈറോയിഡിൻ്റെ ഈ പ്രശ്നത്തിന് വേണ്ടി കഴിച്ചിട്ടില്ല. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ ഇഴജന്തുക്കൾ കയറി വരുമായിരുന്നു. അതായത് ഈ കഴിഞ്ഞ 2-3 മാസം മുന്നേ സ്ഥിരമായിട്ട് വീട്ടിലും പരിസരത്തും പാമ്പ് ശല്യം ഒത്തിരി ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും മണ്ണ് കൊണ്ടുവന്ന് ഇടുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അങ്ങനെ ഒരു 1-2 മാസമായിട്ട് ഒരു കുഴപ്പമില്ല, അങ്ങനെ ഒന്നിനും കാണാറില്ല. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കൊണ്ടുവന്ന പത്രം ആദ്യമൊക്കെ എനിക്ക് കൊടുക്കാൻ നല്ല മടിയായിരുന്നു. ഞാൻ ഒന്നും പറയാലാത്തവരെ മുഖം നോക്കിയൊക്കെ കൊടുക്കുള്ളായിരുന്നു. ഇപ്പോൾ പക്ഷേ അങ്ങനെയില്ല, എല്ലാവർക്കും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞ് തന്നെ കൊടുക്കുന്നുണ്ട്. അതിന് പത്രം കൊടുക്കുന്ന കാര്യത്തിൽ മടിയില്ല. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയാൻ അവിടെ ഞങ്ങൾക്ക് പോകാൻ എളുപ്പമുള്ള 3-4 അനാഥാലയങ്ങളുണ്ട്. അവിടെ എല്ലായിടത്തും എനിക്ക് കൂട്ടുകാരുണ്ട് അവിടുന്ന് പോകാൻ, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തവർ അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാ മാസവും മാറി ഓരോ സ്ഥലത്ത് പോകുകയും അവർക്ക് എന്താ ആവശ്യമെന്ന് അവരോട് പോകുന്നതിന് മുമ്പേ വിളിച്ച് ചോദിക്കുകയും ആവശ്യം അനുസരിച്ച് അവർ പറയുന്ന സാധനം നമ്മൾ മേടിച്ചുകൊണ്ട് കൊടുക്കുകയും പിന്നെ വീടിനടുത്തുള്ള രോഗികളായിട്ടുള്ളവരെ ഡയാലിസിസ് ചെയ്യുന്നവരും ക്യാൻസർ പേഷ്യൻറ്റും അങ്ങനെയുള്ളവരെ പോയി കാണുകയും സഹായം ആവശ്യമുള്ളവർക്ക് നമ്മൾ ആ കഴിയുന്ന സഹായം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ. പിന്നെ എനിക്ക് അടുത്ത ദിവസം കിട്ടിയ ദൈവാനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞ ജൂലൈ 27-ാം തീയതി സന്ധ്യക്കത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് മാതാവിൻ്റെ രൂപം എടുത്ത് ഷെൽഫിലോട്ട് വെക്കാൻ നോക്കിയപ്പം മാതാവിൻ്റെ ചങ്കയെന്നൊരു ലൈറ്റ് കത്തുന്ന പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് എനിക്ക് തോന്നലാണെന്നറിയാം. ഞാൻ അടുത്തിരുന്ന ഭർത്താവിനെ വിളിച്ചു ചോദിച്ചു. നോക്കിയപ്പോഴത്തേനും ഉണ്ട് ചങ്കേന്ന് ലൈറ്റ് കത്തുന്നുണ്ട്, തലയുടെ അവിടെ നിന്ന് ഒരു വെട്ടവും കണ്ടു. പെട്ടെന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് ഇത് എന്നാണെന്നറിയാൻ വേണ്ടി ഞാനത് കയ്യിലോട്ടെടുത്ത് നോക്കിയപ്പോൾ മാതാവിൻ്റെ ചങ്കേന്ന് തൈലം ഒഴുകി വന്ന് ഞങ്ങളത് ഞാനും ചേട്ടനും മോളും തൈലം ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 5-ാം തീയതി ആയപ്പോൾ ഇതുപോലെ തന്നെ രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് മാതാവിൻ്റെ ഫോട്ടോ എടുത്ത് തിരിച്ച് വെക്കാൻ തുടങ്ങിയപ്പം ചങ്കിൻ്റെ അവിടെ വന്ന് തൈലം വന്നിങ്ങനെ ഒരു ബൾബ് പോലെ തെളിഞ്ഞ് ഒരു തുള്ളി അങ്ങനെ നിന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഉടമ്പടി പുതുക്കാൻ വരാനായിട്ട് 3 മണിക്ക് 2:30 ആയപ്പം പോരാൻ വേണ്ടി വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പോരാൻ വേണ്ടി മാതാവിൻ്റെ രൂപം എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോരാൻ വേണ്ടി തിരിച്ചെടുത്ത് വെക്കാൻ തുടങ്ങിയപ്പം ഇതുപോലെ തന്നെ തൈലം വന്ന് ചങ്കേന്ന് ഒഴുകി നിൽക്കുന്നതായിട്ട് കണ്ടു. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 10-ാം തിരുവചനം. ഈ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് നാം അധ്വാനിക്കുന്നതും പോരാടുന്നതും. എല്ലാ മനുഷ്യരുടെയും വിശിഷ്യ വിശ്വാസികളുടെയും രക്ഷകനായ ജീവിക്കുന്ന ദൈവത്തിലാണ് നാം പ്രത്യാശയർപ്പിക്കുന്നത്. ശോഭന രാജേന്ദ്രൻ എന്ന ഈ മകൾ തൻ്റെ അമ്മയോടും മകനോടുമൊപ്പം വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുന്നത് മനുഷ്യനാൽ അസാധ്യമായ കാര്യങ്ങൾ ദൈവത്താൽ സാധ്യമാണ് എന്ന് ഏറ്റുപറയുകയാണ്.
ക്രൈസ്തവരായ ഈ മക്കളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, നമുക്ക് ദൈവപിതാവ് നൽകിയിരിക്കുന്ന ഈ പ്രാർത്ഥനാ പദ്ധതി ഉടൻ പരിഹാരം നൽകുന്ന മരിയൻ ഉടമ്പടി പ്രാർത്ഥനയാണ്. നാം ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കുമ്പോൾ നമ്മുടെ എത്ര തന്നെ സങ്കടങ്ങളുള്ളതായാലും എത്ര തന്നെ പ്രതിസന്ധികളുള്ള കാര്യങ്ങളായാലും അതിനെ പരിശുദ്ധ അമ്മ തന്നെ നമുക്ക് വേണ്ടി ജാമ്യം നിന്നുകൊണ്ട് ഈശോയിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചു തരും. അതിനുവേണ്ടി നമ്മെ മുന്നോടിയായി ഒരുക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ശോഭന ഇവിടെ ഏറ്റുപറഞ്ഞത്. മകൻ്റെ ജോലി സ്ഥലത്ത് അവിടെ ഒരു താമസിക്കാനുള്ള സൗകര്യം ലഭിക്കാതിരുന്ന ഒരു സങ്കട സമയത്ത് അമ്മ പ്രാർത്ഥിക്കുമ്പോൾ 4 എന്ന ഒരക്കം അവരുടെ തിരിയിൽ കാണുകയും അവർക്ക് ആ ഒരു വിശ്വാസം പരിശുദ്ധ അമ്മാതെ അതാ ഞങ്ങൾക്ക് വേണ്ടി ഈശോയിൽ നിന്ന് ആ 4 എന്ന ആ നമ്പറിൽ ആ ഡേറ്റിൽ എന്തോ എനിക്ക് ചെയ്യാൻ പോകുന്നു, അത് അടുത്ത മാസം ആ 4-ാം തീയതി മകനൊരു താമസ സ്ഥലം നൽകി അനുഗ്രഹിച്ചതായി അമ്മ ഇവിടെ ഏറ്റുപറയുകയാണ്. അതുപോലെ തന്നെ ശോഭനയ്ക്കുണ്ടായിരുന്ന വെരിക്കോസ് വെയിൻ, ബ്രസ്റ്റിലെ ലംബ്, ഇങ്ങനെ എല്ലാ അസുഖങ്ങൾക്കും ഇവർക്കുണ്ടായിരുന്ന ഡോക്ടറിലൂടെ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിലൂടെ മാറിപ്പോകാൻ ഹീൽഡ് ആവാൻ സാധ്യതയില്ലാത്ത രോഗങ്ങളെല്ലാം തന്നെ ഇവരുടെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം വിശ്വസ്തതാപൂർവ്വം വിശ്വാസ പ്രഖ്യാപനത്തിലൂടെയാണ് അവർക്ക് സൗഖ്യപ്പെട്ടതെന്ന് കൂടി ഏറ്റുപറയുന്നു. അതുപോലെ തന്നെ അമ്മയുടെ തൈറോയിഡിൽ ഉണ്ടായ സമയത്തുണ്ടായ മുഴ പല പ്രാവശ്യം സ്കാൻ ചെയ്തിട്ടും അത് ഒരു പക്ഷേ ഒരു അപകടകരമായ രോഗാവസ്ഥയിലേക്ക് മാറിപ്പോകായിരുന്നു. പക്ഷേ സ്വപ്നത്തിലൂടെ അവർക്കത് വെളിപ്പെടുത്തി കൊടുത്തു. ഇതൊരു രോഗത്തിലേക്കല്ല, പക്ഷേ അതൊരു സൗഖ്യത്തിലേക്കാണ്. ആ സ്വപ്നത്തിലൂടെ ഒരു നേഴ്സ് വന്ന് അവരെ സൗഖ്യപ്പെടുത്തുന്നതായ ആ മുഴ കാണാതായി എന്ന് ശോഭനയോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സാമീപ്യം അവർക്കുണ്ടായത് പല തവണയായി പരിശുദ്ധ അമ്മയുടെ ആ തിരുസ്വരൂപത്തിൽ നിന്ന് അവർക്ക് പ്രകാശം കാണുകയും അവിടെ നിന്ന് വിശുദ്ധ തൈലം ഒഴുകുന്നതായും അവർക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ചതായും ഒക്കെ അവർക്ക് ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചു. ഇങ്ങനെയുള്ള അത്ഭുത പ്രതിഭാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം വഹിക്കുന്നു എന്നുള്ളതാണ്. ആ പരിശുദ്ധ അമ്മയുടെ സാമീപ്യത്തിലൂടെ ഈശോ നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. ഈശോ മാത്രമാണ് ഏക രക്ഷകൻ. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് ഇടയിൽ മനുഷ്യരുടെ ഇടയിൽ ഈശോയുടെ നാമം മാത്രമാണ് നമുക്ക് രക്ഷയ്ക്കായിട്ടുള്ളൂ എന്ന് ഏറ്റുപറയാനുള്ള സാധ്യത കൂടി പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും കൂടിയാണ്. ശോഭനയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ കുടുംബത്തിലെ എല്ലാ സങ്കടങ്ങളെയും പ്രതിസന്ധികളെയും രോഗാവസ്ഥകളെയും നമുക്ക് ഉടൻ പരിഹാരം ലഭിക്കേണ്ടതായ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.